നമ്മുടെ കേരളം അറിയപ്പെട്ടിരുന്നത് സുന്ദരി പീഠം എന്നാണ്. എന്തുകൊണ്ടാണ് സുന്ദരി പീഠം എന്ന് അറിയപ്പെട്ടത്? നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. തെക്കേടത്ത് ഭഗവതിയായോ മച്ചിൽ ഭഗവതിയായോ അങ്ങനെയെല്ലാം ഭഗവതിയെ ആരാധിച്ചിരുന്നു. ശാക്തേയമായ രീതിയിൽ തന്നെ അത് ആരാധിച്ചിരുന്നു. അവിടെയാണ് ശക്തി ചൈതന്യം നിലനിന്നിരുന്നത്. ആ ശക്തി നഷ്ടപ്പെട്ടതോടുകൂടി ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടത് ക്ഷാത്രവീര്യമാണ്. ആ ക്ഷാത്രവീര്യം നഷ്ടപ്പെട്ടതാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദോഷം. അതിന്റെ ദോഷം നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസമില്ലായ്മ, ഒരു കാര്യത്തിലും ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങാനുള്ളൊരു വിശ്വാസമില്ലായ്മ. എന്തിന്? നമ്മുടെ ഇവിടുത്തെ കച്ചവട രംഗം എടുക്കാം, ബിസിനസ് രംഗം എടുക്കാം. ഒരു കാലത്ത് ഹിന്ദുക്കളായിരുന്നു ഇവിടുത്തെ ബിസിനസ് രംഗം പൂർണ്ണമായും ഭരിച്ചിരുന്നത്. ഇന്ന് എവിടെയുണ്ട്? വിരലിൽ എണ്ണാവുന്നത് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. ഓടി ഒളിക്കുകയാണ്. എവിടെ? എങ്ങോട്ട്? ഒന്നിനെയും അഭിമുഖീകരിക്കാനുള്ള ധൈര്യമില്ലായ്മ. ഇതെല്ലാം നമ്മുടെ മുൻ തലമുറകൾക്ക് ലഭിച്ചിരുന്ന ആ ഒരു ഗുരുത്വം നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ദോഷമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഉദ്ദേശം 5-6 വയസ്സുള്ള കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒരു ആശ്രമമുണ്ട്, അഭേദാനന്ദാശ്രമം. ഇന്നും എത്രയോ വർഷമായിട്ട് 50-60 വർഷമായിട്ട് അഖണ്ഡ നാമജപം നടക്കുന്ന ആശ്രമമാണത്. ശ്രീരാമ മന്ത്രം 24 മണിക്കൂറും ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. മൈക്ക് വെച്ചോ അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡ് വെച്ചോ ഒന്നുമല്ല, ആൾക്കാർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ രാത്രി 12 മണിയായാലും 1 മണിയായാലും 2 മണിയായാലും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അവിടെ ശ്രീരാമ വിഗ്രഹമുണ്ട്, ആ വിഗ്രഹത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടേയിരിക്കും. ശ്രീരാമ മന്ത്രം രാമ 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 പാഹിമാം രാമകൃഷ്ണ വാസുദേവ മുകുന്ദ രാമ പാഹിമാം, ഇതാണ് അവിടെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അഭയാനന്ദ സ്വാമികൾ, അദ്ദേഹം എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം രാവിലെ ഒരു 5 മണിയാകുമ്പോൾ അദ്ദേഹം കൗമീന മാത്രമാണ് ധരിക്കുന്നത്. ഒരു മെതിയടി ഉണ്ടാവും, ഒരു വടിയും കയ്യിലുണ്ടാവും. അദ്ദേഹവും അദ്ദേഹത്തിന് 4-5 ശിഷ്യന്മാരും ആ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 4-5 മണിക്ക് അദ്ദേഹം ഇറങ്ങിയാൽ നഗരം ചുറ്റി തിരിച്ചവിടെ എത്തുന്ന ഒരു 8-8:30 മണിക്കാണ്. 4-5 പേരുമായിട്ട് ഇറങ്ങുന്ന അദ്ദേഹം നഗരം ചുറ്റി തിരിച്ച് ആശ്രമത്തിൽ എത്തുമ്പോൾ കുറഞ്ഞത് 200-250 പേര് അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ശബ്ദം, അദ്ദേഹത്തിന്റെ ഈ ജപം കേട്ടാണ് തിരുവനന്തപുരം നഗരം ഉണർന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് സന്യാസിമാരെല്ലാം ആശ്രമങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നു. യഥാർത്ഥം പറഞ്ഞാൽ ഓരോ ഗൃഹങ്ങളിലും ഗുരുക്കന്മാരെ സ്വീകരിച്ച്, സന്യാസിമാരെ സ്വീകരിച്ച് അവരെ ആദരിക്കണം. ആദരിച്ച് അവരിൽ നിന്നും ദീക്ഷ സ്വീകരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയെങ്കിലും നമ്മളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.